വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ് ക്രൈംബ്രാഞ്ച്. പെരുമ്പാവൂർ സ്വദേശി ഹിമ സുരേഷ് ആത്മഹത്യ ചെയ്തത് കോളേജ് അധികൃതരുടെ മാനസിക പീഡനം മൂലമെന്ന് പിതാവിന്റെ പരാതി. വെങ്ങോല സെന്റ് മേരീസ് കോളേജിലെ കൊമേഴ്സ് വിഭാഗം മേധാവിയും മറ്റ് 2 അധ്യാപികമാരും ചേർന്ന് ഹിമയെ മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് അപമാനിച്ചിരുന്നു. ഇതിൽ മനം നൊന്താണ് ഹിമ വിഷം കഴിച്ചതെന്നും തന്റെ കുട്ടിക്കുണ്ടായ അവസ്ഥ മറ്റൊരു കുട്ടിക്കും ഉണ്ടാകാതിരിക്കാനാണ് താൻ പരാതി നൽകുന്നതെന്നും ഹിമയുടെ അച്ഛൻ പറയുന്നു. പഠനത്തിൽ മിടുക്കി, കലാകായിക മത്സരങ്ങളിലെല്ലാം പങ്കെടുത്ത് സമ്മാനം വാങ്ങുന്ന പ്രകൃതക്കാരി. എന്തിനേറെ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് കൂടിയായ ഹിമ സുരേഷ് മറ്റു കുട്ടികൾക്ക് കരാട്ടെ ക്ലാസും എടുത്തിരുന്നു. അത്രയും മനോധൈര്യമുള്ള തൻ്റെ കുട്ടി ആത്മഹത്യ ചെയ്യണമെങ്കിൽ അവളെ അത്രയേറെ അവർ പീഡിപ്പിച്ചിട്ടുണ്ടാകണം. പറയുന്നത് ഹിമയുടെ അച്ഛൻ സുരേഷ്. സെന്റ് മേരീസ് കോളേജിലെ കൊമേഴ്സ് വിഭാഗം മേധാവി റജിയും മറ്റ് 2 അധ്യാപികമാരായ സരിതയും അനീഷയും ഹിമ എന്തോ അപരാധം ചെയ്തെന്ന് മറ്റു ക്ലാസ്സുകളിൽ പറഞ്ഞു നടന്നു. മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് അങ്ങേയറ്റം അപമാനിച്ചു. നവംബർ 24-ന് കോളേജ് വിട്ട് വീട്ടിലേക്ക് വന്ന ഹിമ കുളിമുറിയിൽ കയറി പറമ്പിലെ പുല്ല് നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വിഷദ്രാവകം കഴിക്കുകയായിരുന്നു. നവംബർ 26-ന് അച്ഛൻ സുരേഷിനെ കോളേജ് അധികൃതർ വിളിപ്പിച്ചു. പഠിക്കാൻ വളരെ സമർത്ഥിയാണെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. ആ സാഹചര്യം എന്ത് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായത്, എങ്ങനെ സമ്മർദ്ദത്തിലായെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങേര് പറഞ്ഞത് മജിസ്ട്രേറ്റ് പോലും ആത്മഹത്യ ചെയ്യുന്ന കാലഘട്ടമാണിത്, പിന്നെയാണോ എന്നാണ് ചോദിച്ച് നിർത്തിയത്. ഡിസംബർ 4-ന് ഒരു നാടിൻ്റെ മുഴുവൻ കണ്ണിലുണ്ണിയായിരുന്ന കൊച്ചുമിടുക്കി ഈ ലോകം വിട്ടുപോയി. തൻ്റെ മകളുടെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും പോലീസിലും മനുഷ്യാവകാശ കമ്മീഷനുമൊക്കെയാണ് സുരേഷ്. പക്ഷേ വെങ്ങോല കരയിൽ കുറ്റിപ്പാടത്ത് കരവട്ട് വീട്ടിലെ അകത്തെ മുറിയിൽ ഇനിയും കണ്ണീര് തോരാത്ത അമ്മയ്ക്കും അച്ഛനും പറയാനുള്ളത്, ഞങ്ങൾക്കുണ്ടായ വേദന തിരിച്ചു കേൾക്കാൻ ഒന്നിനും കഴിയില്ലെങ്കിലും ഇനിയൊരു കുട്ടിക്കോ എൻ്റെ മകളെപ്പോലൊരു മകളോ എന്നെപ്പോലെ ഒരു മാതാപിതാക്കൾക്കോ അങ്ങനെ അവസ്ഥ വരരുത്. കോളേജ് മാനേജ്മെന്റിനെതിരെ പ്രക്ഷോഭത്തിലാണ് ഹിമയുടെ സഹപാഠികളും മറ്റു വിദ്യാർത്ഥികളും. ക്യാമറാമാൻ വിനേഷ് നേതാജിക്കൊപ്പം അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. ലാത്തിച്ചാർജിനിടെ കാണാതായ ആൾ കിണറ്റിൽ മരിച്ച നിലയിൽ. മലപ്പുറം നെല്ലാണി പാണരുകുന്ന് അയ്യപ്പനാണ് മരിച്ചത്. പത്തപ്പിരിയത്ത് പുതുതായി തുടങ്ങുന്ന ടാർ മിക്സിംഗ് യൂണിറ്റിനെതിരെ സമരം ചെയ്തവർക്കെതിരെ ഇന്നലെ രാത്രിയാണ് പോലീസ് ലാത്തിച്ചാർജ് നടത്തിയത്. പത്തപ്പിരിയം ബേക്കലക്കണ്ടിയിൽ പുതുതായി തുടങ്ങുന്ന ടാർ മിക്സിംഗ് പ്ലാന്റിനെതിരെയാണ് നാട്ടുകാർ സമരം നടത്തുന്നത്. പ്ലാന്റിലേക്ക് വന്ന 3 ടോറസ് ലോറികൾ സമരക്കാർ തടഞ്ഞ തീവച്ചിരുന്നു. ഇതിനിടെയാണ് പോലീസ് ലാത്തിച്ചാർജ് നടത്തിയത്. ചിതറിയോടിയവരിൽ നെല്ലാണി പാണരുകുന്ന അയ്യപ്പനെ രാത്രി മുതൽ കാണാനില്ലായിരുന്നു. ഇയാളുടെ മൃതദേഹമാണ് സമീപത്തെ കിണറ്റിൽ കണ്ടെത്തിയത്. പ്രദേശത്ത് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നതിനാൽ ഭയന്നോടിയ അയ്യപ്പൻ ആൾമറയില്ലാത്ത കിണറ്റിലേക്ക് വീണുവെന്നാണ് കരുതുന്നത്. ലാത്തിച്ചാർജ് നടത്തിയ വണ്ടൂർ CI KC ബാബുവിനെതിരെ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയത് വീണ്ടും സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർക്ക് ലാത്തിച്ചാർജിൽ പരിക്കേറ്റിരുന്നു. സമരാനുകൂലികളായ 50ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പോലീസ് സ്റ്റേഷൻ വളഞ്ഞു. സമരക്കാരുമായി പോലീസ് പലതവണ ചർച്ച നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. പ്ലാൻ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കഴിഞ്ഞ ദിവസം പീഡനക്കേസിൽ പിടിയിലായ വൈദികൻ കുറഞ്ഞ കാലം കൊണ്ട് ആത്മീയ ലോകത്ത് ശ്രദ്ധ നേടിയ വ്യക്തിയായിരുന്നു. എന്നാൽ പീഡനക്കേസിൽ പിടിയിലായതോടെ അവസാനിക്കുന്നത് ഫാദർ എഡ്വിനുണ്ടായിരുന്ന താരപരിവേഷമാണ്. താരപരിവേഷത്തിന്റെ ശൃംഗങ്ങളിൽ നിന്നാണ് അഗാധഗർത്തത്തിലേക്ക് ഫാദർ എഡ്വിൻ ഫിഗ്രേസ് കടപുഴകി വീണത്. അൾത്താരയിൽ നിന്നുള്ള മധുരസുന്ദരമായ ശബ്ദത്തോടെയുള്ള സംഗീതധാര ഭക്തിയുടെയും പ്രാർത്ഥനയുടെയും തലങ്ങളിലേക്ക് അനുയായികളെ ആനയിച്ചിരുന്നു. അറിവിന്റെ കവാടങ്ങൾ തുറന്നുകൊണ്ടുള്ള പ്രഭാഷണം ഏതു വിഷയത്തിലും വഴങ്ങും. ഇടവകയിൽ മാത്രമല്ല, ചെല്ലുന്നിടത്തെല്ലാം താരപരിവേഷമായിരുന്നു ഫാദർ എഡ്വിനുണ്ടായിരുന്നത്. ഒടുവിൽ പള്ളിമേടയിൽ 14-കാരിയെ പീഡിപ്പിച്ച കേസിൽ കുടുങ്ങിയതോടെ ആ താരത്തിളക്കം അസ്തമിച്ചു. വിദേശങ്ങളിൽ നിന്ന് വിദേശങ്ങളിലേക്ക് അനുയായികൾ വിളിച്ചാൽ വിളിപ്പുറത്ത് ധ്യാനത്തിനായി പാഞ്ഞെത്തും. എഡ്വിന്റെ ധ്യാന പ്രാർത്ഥനയിൽ മുഴുകുന്ന വിശ്വാസികൾ അനുയായികളെ കൂട്ടിക്കൊണ്ടേയിരുന്നു. പുരോഹിതന്മാർക്ക് മാത്രമായി ധ്യാനമാർഗങ്ങൾ പകർന്നു നൽകുന്നതിലും പ്രത്യേക വൈദഗ്ധ്യം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ധ്യാനത്തിലും സംഗീതവും പ്രഭാഷണവും ഉൾപ്പെടുത്തിയുള്ള പ്രത്യേക പാഠ്യക്രമവും ആരെയും ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്ന വാക്ചാതുര്യവും കൂടിയായപ്പോൾ കുറഞ്ഞ കാലം കൊണ്ട് അറിയപ്പെടുന്ന ധ്യാനഗുരുവായി മാറി ഫാദർ എഡ്വിൻ ഫിഗ്രോസ്. എന്നാൽ കഴിഞ്ഞ ഓശാന ഞായറിന് തൊട്ട് തലേന്നുള്ള ശനിയാഴ്ച വികാരിക്ക് കറുത്ത ദിനമായിരുന്നു. പരാതിക്കാരിയായ പെൺകുട്ടിയും മാതാവും കുമ്പസാരത്തിനെത്തി. കുമ്പസാരത്തിനിടെ പീഡനവുമായി ബന്ധപ്പെട്ടതെന്തോ പെൺകുട്ടി പറഞ്ഞപ്പോൾ പള്ളിമേടയിൽ പോയിരിക്കാനായിരുന്നു നിർദ്ദേശം. കുമ്പസാരം കഴിഞ്ഞ് മാതാവ് പുറത്തിറങ്ങിയപ്പോൾ പെൺകുട്ടിയെ കണ്ടില്ല. വീട്ടിലേക്ക് പോയെന്ന് കരുതി മാതാവും അന്വേഷിച്ചില്ല. എന്നാൽ വീട്ടിൽ മകളെ കാണാതെ വന്നതോടെ പള്ളിമേടയിൽ തിരിച്ചെത്തിയ മാതാവ് വികാരിയുമായി വഴക്കിട്ടു. ഇതിനുശേഷമാണ് പീഡന വിവരം പുറത്തു വന്നത്. മകളെ വികാരി പീഡിപ്പിച്ചെന്ന് കാട്ടി തൊട്ടടുത്ത ബുധനാഴ്ച മാതാവ് പുത്തൻവേലിക്കര പോലീസിൽ പരാതിയും നൽകി. മെഡിക്കൽ പരിശോധനയിൽ പീഡനം വ്യക്തമായെന്ന് പോലീസ് അന്നേ വ്യക്തമാക്കിയിരുന്നു. ഫേസ്ബുക്കിലും ട്വിറ്ററിലും അനുയായികളുടെ വലിയൊരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു ഫാദർ എഡ്വിന്.
പഥികന്റെ കിന്നരനാദം, കുരിശോളം സ്നേഹം തുടങ്ങി നിരവധി ആൽബങ്ങൾക്ക് ഫാദർ ഈണവും നൽകിയിട്ടുണ്ട്. പ്രമുഖ സുവിശേഷ ചാനലിൽ വികാരി അവതരിപ്പിച്ചിരുന്ന വചനപ്രഘോഷണത്തിനും വൻ ആരാധക വൃന്ദമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്. മലപ്പുറം കൊണ്ടോട്ടിയിൽ 8 മാസം പ്രായമുള്ള കുഞ്ഞിനെ വിൽക്കാൻ ശ്രമിച്ച അമ്മയ്ക്കും സഹായിക്കും നേരെ പോലീസ് കേസെടുത്തു. 8 മാസം പ്രായമുള്ള കുഞ്ഞിനെ 1.5 ലക്ഷം രൂപയ്ക്ക് വിൽക്കാനാണ് ശ്രമിച്ചത്. സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണമാണ് ഇവർ കുട്ടിയെ വിൽക്കാൻ ശ്രമിച്ചതെന്ന് പോലീസ് പറയുന്നു. സാമ്പത്തിക പരാധീനത മൂലം 8 മാസം പ്രായമുള്ള കൈക്കുഞ്ഞിനെ ഉൾപ്പെടെ വിൽക്കാൻ ശ്രമിച്ച അമ്മയുടെയും സഹായിയുടെയും ശ്രമം പോലീസ് തടയുകയായിരുന്നു. മക്കളെ 2 ലക്ഷം രൂപയ്ക്ക് വിൽക്കാനായിരുന്നു ശ്രമം. സംഭവവുമായി ബന്ധപ്പെട്ട് പുളിക്കൽ ആലങ്ങളിൽ വാടക വീട്ടിൽ താമസിക്കുന്ന പുകിയൂർ പുളിശ്ശേരി സുബൈദ, സഹായി കോഴിക്കോട് മുരിയാട് ഷാഹിദ എന്നിവരെ കൊണ്ടോട്ടി പോലീസ് പിടികൂടി. സുബൈദയും ഷാഹിദയും ഇവരുടെ മക്കളും അടുത്തിടെയാണ് പുളിക്കലിലെ വാടക വീട്ടിൽ താമസമാക്കിയത്. ഇവരോടൊപ്പം സുബൈദയുടെ മറ്റൊരു കുട്ടിയുമുണ്ട്. ഇരുവരും വിവാഹമോചിതരാണ്. വീട്ടുജോലിക്ക് പോകുന്ന ഇവർ വീട്ടുകാരിയോടാണ് സാമ്പത്തിക പ്രയാസം മൂലം കുട്ടികളെ വിൽക്കുന്നതായി പറഞ്ഞത്. ഇവർ മഹിളാ പ്രവർത്തകരായ എബി സുനിൽ, സാബിറ തുടങ്ങിയവരെ വിവരമറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ കുട്ടിയെ വാങ്ങാനെന്ന വ്യാജേന ഇന്നലെ രാത്രി 7:30 എത്തി. 2 ലക്ഷം രൂപ 8 മാസം പ്രായമായ കുട്ടിക്ക് വില നൽകണമെന്ന് സുബൈദയും ഷാഹിദയും ആവശ്യപ്പെട്ടു. 9 വയസ്സായ കുട്ടിക്ക് ഇഷ്ടമുള്ള തുക നൽകിയാൽ മതിയെന്നായിരുന്നു ആവശ്യം. ഒടുവിൽ 1.5 ലക്ഷം രൂപയ്ക്ക് കച്ചവടം കരാറാക്കി. ഇതിനിടെയാണ് ഇവർ അറിയിച്ച പ്രകാരം പോലീസ് സ്ഥലത്തെത്തിയത്. പോലീസിനെ കണ്ടയുടൻ കരാർ പത്രം ഷാഹിദ കീറി വിഴുങ്ങി. ഷാഹിദയും മക്കളും 10 വർഷത്തിലധികമായി പുളിക്കലിലെ മറ്റൊരു വാടക ക്വാർട്ടേഴ്സിലായിരുന്നു താമസം. ഷിഹാബ് എന്നൊരാൾ വഴിയാണ് സുബൈദയുമായി പരിചയപ്പെടുന്നതും ആലങ്ങലിലെ വീട്ടിലെത്തുന്നതും. പോലീസ് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് ഡെസ്ക്. ഇടുക്കി നെടുങ്കണ്ടത്ത് നിന്ന് മാവോയിസ്റ്റ് നേതാവ് പിടിയിലായി. പശ്ചിമബംഗാൾ സ്വദേശി സിദ്ധാർത്ഥ് മുണ്ടയെ ഇന്റലിജൻസ് ബ്യൂറോയാണ് അറസ്റ്റ് ചെയ്തത്. ഇടുക്കിയിൽ നിന്ന് സമീറിന്റെ റിപ്പോർട്ട്. ശാന്തൻപാറയിലെ മയിലാടുംപാറയ്ക്കടുത്ത സ്വകാര്യ എസ്റ്റേറ്റിൽ നിന്നാണ് മാവോയിസ്റ്റ് നേതാവ് സിദ്ധാർത്ഥ് മുണ്ടയെ ഇന്റലിജൻസ് ബ്യൂറോ അറസ്റ്റ് ചെയ്തത്. 3 മാസം മുമ്പ് നെടുങ്കണ്ടത്തെത്തിയ ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു. ഏലത്തോട്ടത്തിലെ തൊഴിലാളികൾക്കൊപ്പം വസിക്കുകയായിരുന്ന പ്രതിയെ അന്വേഷണ സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലൂടെയാണ് പ്രതി പിടിയിലായത്. പശ്ചിമ ബംഗാളിലെ മിഡ്നാപൂർ സ്വദേശിയായ സിദ്ധാർത്ഥ് 2010 നന്ദിഗ്രാം സംഭവത്തിൽ പ്രതിയാണ്. അക്രമം, മാരകായുധങ്ങൾ കൈവശം വയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾക്ക് ഇയാൾ ജയിലിലായിരുന്നു. പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയ ഇയാൾ മുങ്ങുകയായിരുന്നു. പ്രതിയെ ഇന്റലിജൻസും പോലീസും വിശദമായി ചോദ്യം ചെയ്യും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വെടിയുണ്ടകൾ കാണാതായ സംഭവത്തിൽ സംസ്ഥാന റൈഫിൾ അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ പോലീസ് കേസെടുത്തു. അനധികൃതമായി വെടിയുണ്ടകൾ സൂക്ഷിച്ചതിനാണ് ഇവർക്കെതിരെ പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് കേസെടുത്തത്. വെടിയുണ്ടകൾ കാണാതായ വാർത്ത പീപ്പിൾ TV റിപ്പോർട്ട് ചെയ്തിരുന്നു. വെടിയുണ്ടകൾ കാണാതായെന്ന പീപ്പിൾ വാർത്തയെ തുടർന്ന് പാലക്കാട്, കോട്ടയം ജില്ലാ റൈഫിൾ അസോസിയേഷൻ ഓഫീസുകളിൽ പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ജോജെ മംഗലിയുടെ പാലക്കാട്ടെ സ്ഥാപനത്തിലും പരിശോധന നടന്നു. 30,000-ലധികം വെടിയുണ്ടകൾ അനുമതിയില്ലാതെ സൂക്ഷിച്ചതിനാണ് ജോജെ മംഗലിക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പാലക്കാട് ടൗൺ നോർത്ത് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ദേശീയ ഗെയിംസിന്റെ പരിശീലനത്തിനായി നൽകിയ വെടിയുണ്ടകളിൽ ബാക്കി വന്നവ ഉപയോഗം ശേഷം തിരിച്ചേൽപ്പിച്ചിരുന്നില്ല. പീപ്പിൾ വാർത്ത പുറത്തുവന്നതോടെ ജോജെ മംഗലി വെടിയുണ്ടകൾ കൈവശമുണ്ടെന്നും തിരിച്ചേൽപ്പിക്കാൻ തയ്യാറാണെന്നും കാണിച്ച് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് കത്ത് നൽകി. .22 വിഭാഗത്തിൽപ്പെട്ട 30,453 വെടിയുണ്ടകൾ, .32 തോക്കിന്റെ 1,590 വെടിയുണ്ടകൾ, എയർ റൈഫിളിന്റെ 49,000 പെല്ലറ്റുകൾ എന്നിവ കൈവശമുണ്ടെന്നായിരുന്നു ജോജെ മംഗലി പോലീസിനോട് പറഞ്ഞത്. പോലീസ് ഏറ്റെടുത്ത ഇവ പിന്നീട് കല്ലേക്കാടുള്ള എയർ ക്യാമ്പിലേക്ക് മാറ്റി. കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തെരുവിൽ ഉറങ്ങിക്കിടന്നയാളെ വണ്ടിയിടിച്ചു കൊന്ന കേസിൽ തടവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സൽമാൻ ഖാൻ സമർപ്പിച്ച ഹർജിയിൽ മുംബൈ ഹൈക്കോടതി ബെഞ്ച് വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റി. കീഴ്ക്കോടതി വിധിക്കെതിരായ ഹർജി സമർപ്പിച്ചിരിക്കുകയായിരുന്നു സൽമാൻ ഖാൻ. മുംബൈ ഹൈക്കോടതിയിൽ ഇന്നലെ വാദം തുടങ്ങിയിരുന്നു. സംഭവ ദിവസം സൽമാൻ മദ്യലഹരിയിലായിരുന്നു വാഹനം ഓടിച്ചിരുന്നതെന്ന് കീഴ്ക്കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. ബാർ കോഴക്കേസിൽ മന്ത്രി കെ ബാബുവിനും ബിജു രമേശിനുമെതിരെ ത്വരിത പരിശോധന നടത്താൻ തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടു. അന്വേഷണം പൂർത്തിയാക്കി ജനുവരി 23-നകം റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു. മലയാളവേദി ചെയർമാൻ ജോർജ് വട്ടകുളം സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. മന്ത്രി കെ ബാബുവിന് 1-ാം പ്രതിയും കോഴ നൽകിയ ബിജു രമേശിനെ 2-ാം പ്രതിയുമാക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. മന്ത്രി ബാബു പണം വാങ്ങിയെന്നും താൻ പണം നൽകിയെന്നും ബിജു രമേശ് മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയിരുന്നു. കോഴ വാങ്ങുന്നതും നൽകുന്നതും കുറ്റകരമായ സാഹചര്യത്തിൽ ഇരുവരെയും പ്രതിയാക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. ബിജു രമേശിന്റെ ആരോപണങ്ങളടങ്ങുന്ന 15 മിനിറ്റ് ദൈർഘ്യമുള്ള ദൃശ്യ CD പരാതിക്കൊപ്പം ഹാജരാക്കിയിരുന്നു. ഹർജി പരിഗണിച്ച കോടതി ഇത് സംബന്ധിച്ച് ത്വരിത പരിശോധന നടത്താൻ വിജിലൻസിനോട് നിർദ്ദേശിക്കുകയായിരുന്നു. ജനുവരി 23-നകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു. എന്നാൽ ഹർജിയെ സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ ശക്തിയായി എതിർത്തു.
കെ ബാബുവിനെതിരായ ആരോപണത്തിൽ കഴമ്പില്ലെന്നും പ്രാഥമിക പരിശോധന പൂർത്തിയായതാണെന്നുമായിരുന്നു സർക്കാർ അഭിഭാഷകന്റെ വാദം. എന്നാൽ കോടതി ഈ വാദം അംഗീകരിച്ചില്ല. അന്വേഷണത്തെ നിരുത്സാഹപ്പെടുത്തേണ്ടെന്ന് സർക്കാർ അഭിഭാഷകനോട് കോടതി വാക്കാൽ നിർദ്ദേശിക്കുകയും ചെയ്തു. മലയാളവേദി ചെയർമാൻ ജോർജ് വട്ടുകുളമാണ് ബാർ കോഴയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസ് കോടതിയെ സമീപിച്ചത്. പിന്നെ കോടതി പറയുകയും ചെയ്തു, വാക്കാൽ കോടതി പറഞ്ഞു, ഇതിൽ അന്വേഷണത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് ഹർജിക്കാരൻ ഇടപെടാം, ഹർജിക്കാരൻ കോടതിയെ സമീപിക്കാം, കോടതി ശക്തമായ രീതിയിൽ ഇടപെടും എന്ന് 3 തവണയെങ്കിലും കോടതി പറഞ്ഞിട്ടുണ്ട്, ശക്തമായി ഇടപെടുന്നു. ബാബുവിനെതിരായ പരാതിയിൽ പ്രാഥമിക പരിശോധന മാത്രം നടത്തി വിജിലൻസ് കേസ് അവസാനിപ്പിച്ചത് വിവാദമായിരുന്നു. ത്വരിത പരിശോധനയ്ക്ക് കോടതി ഉത്തരവിട്ടതോടെ ബാർക്കോഴ ആരോപണം നിർണായകമായ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അഴിമതിക്കെതിരെ ആഞ്ഞടിച്ച് DGP ജേക്കബ് തോമസ്. അഴിമതിക്കെതിരെ ശബ്ദിച്ചാൽ സർക്കാർ വിശദീകരണം ചോദിക്കുമെന്ന് ജേക്കബ് തോമസ് പറഞ്ഞു. വികസനമെന്നാൽ മുകളിലോട്ടുള്ള വളർച്ച മാത്രമല്ലെന്നും ജേക്കബ് തോമസ് അഭിപ്രായപ്പെട്ടു. വികസനം പരിസ്ഥിതി സൗഹാർദ്ദമാകണമെന്നും മുകളിലുള്ളവരുടെ കാര്യം മാത്രമല്ല നോക്കേണ്ടതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. നിയമലംഘനത്തിലൂടെ 77 ഫ്ളാറ്റുകൾക്ക് അനുമതി നൽകിയ സർക്കാരിനെതിരെ കടുത്ത വിമർശനമാണ് DGP ജേക്കബ് തോമസ് നടത്തിയത്. കേരളത്തിൽ 3 നില കെട്ടിടങ്ങൾ മാത്രം മതിയോ എന്ന് ചോദിച്ച മുഖ്യമന്ത്രിക്ക് കടുത്ത ഭാഷയിലാണ് ജേക്കബ് തോമസ് മറുപടി പറഞ്ഞത്. മുകളിലേക്ക് മാത്രം വികസിച്ചാൽ ചെന്നൈയുടെ അനുഭവമായിരിക്കും ഉണ്ടാവുക എന്ന് ജേക്കബ് തോമസ് മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിച്ചു. സ്ഥാപിത താൽപ്പര്യക്കാരായ വൻകിട നിർമ്മാതാക്കളാണ് നയങ്ങൾ രൂപീകരിക്കുന്നത്. അഴിമതിക്കെതിരെ പറയുന്നവരെ വട്ടനെന്ന് പറഞ്ഞ് നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നു. അഴിമതിക്കെതിരെ ഞാൻ പറഞ്ഞാൽ എനിക്ക് 4 മെമ്മോ കിട്ടും. 3 വിജിലൻസ് കേസിലെങ്കിലും പ്രതിയായാലേ സെക്രട്ടറി ആവാൻ കഴിയൂ എന്നതാണ് കേരളത്തിലെ അവസ്ഥയെന്നും ജേക്കബ് തോമസ് പരിഹാസത്തോടെ പറഞ്ഞു. ഞാൻ അഴിമതിക്കെതിരെ എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 4 മെമ്മോ കിട്ടും. എന്നെ സൈലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഏതെങ്കിലും സത്യസന്ധമായിട്ട് റിപ്പോർട്ട് എവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ഉത്തരവ് വരും, ഇതിനെപ്പറ്റി മിണ്ടിപ്പോകരുത്. പ്രധാനമായിട്ട് നമ്മുടെ കേരളത്തിൽ ബിൽഡിങ്ങുകൾ അനിയന്ത്രിതമായിട്ട് ഇങ്ങനെ മുകളിലേക്ക് മാത്രം മുങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇന്ന് ചെന്നൈയിൽ സംഭവിച്ച അതേപോലെയുള്ള ദുരന്തം നമുക്ക് ഈ തിരുവനന്തപുരത്തും കൊച്ചിയിലും തൃശ്ശൂരും കോഴിക്കോടും കണ്ണൂരും ഉണ്ടാകുമോ ഇല്ലയോ എന്ന് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് 2030 UN അജണ്ട നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ദിവസമെങ്കിലും നമ്മൾ ഓർക്കണ്ടേ. ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ കൊളീഗ്സ് നമ്മളെ കറപ്ഷനിലേക്ക് നമ്മളെ പതുക്കെ ആകർഷിച്ച് അതിലേക്ക് ആ കറപ്ഷൻ സിസ്റ്റത്തിലേക്ക് നമ്മളെ ഇൻഡക്റ്റ് ചെയ്യും. അഴിമതി കണ്ടുപിടിക്കാനുള്ള സ്ഥാപനങ്ങളുടെ പല്ലും നഖവും ഇല്ലാതാക്കി എന്ന് ശങ്കർ റെഡ്ഡിയെ വിജിലൻസ് തലപ്പത്ത് നിയമിച്ച സംഭവം പരോക്ഷമായി ചൂണ്ടിക്കാട്ടി ജേക്കബ് തോമസ് വിമർശനം ഉന്നയിച്ചു. ഏറ്റവും നന്നായി അഴിമതി ചെയ്യുന്നവൻ അവരുടെ പ്രവൃത്തിയെ ശക്തമായി ന്യായീകരിക്കും. എല്ലാ സ്ഥാപനത്തിലും അഴിമതിക്കെതിരെ ശബ്ദിക്കുന്നവരുണ്ട്. അവർ അഴിമതിക്കെതിരെ ഒത്തുചേരണം. അഴിമതി നടത്തുന്നതിലും അത് മൂടിവെക്കുന്നതിലും ഭംഗിയായി അഭിനയിക്കാൻ അറിയാവുന്ന ആളുകളാണ് നമ്മുടെ നേതാക്കന്മാർ. താൻ മനസ്സിലാക്കിയ നിയമം വെച്ച് KMBR നിയമപ്രകാരം ഫ്ളാറ്റുകൾക്ക് അനുമതി നൽകാനാവില്ല. മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ IPS ഉദ്യോഗസ്ഥരുടെ വിലക്ക് ചൂണ്ടിക്കാട്ടിയ സെൻകുമാറിനും കിട്ടി ജേക്കബ് തോമസിൽ നിന്നും കണക്കിന്. അതിൽ മീഡിയയോട് സംസാരിക്കാൻ പാടില്ല എന്ന് ഇല്ല. മീഡിയയോട് ആർക്ക് സംസാരിക്കാം. കാരണം മീഡിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ടു ദ പീപ്പിൾ വി സെർവ്. അപ്പോൾ ആ പീപ്പിളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മോഡേൺ ടെക്നോളജി ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ലോക അഴിമതി വിരുദ്ധ ദിനം കഴിഞ്ഞ കൊല്ലം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആഘോഷിച്ചു. എന്നാൽ ഇക്കൊല്ലം ഈ ദിനം ആഘോഷിക്കാൻ ആരെയും കാണുന്നില്ലെന്ന് ജേക്കബ് തോമസ് പരിഹസിച്ചു. അഴിമതി വിരുദ്ധ ദിനത്തിൽ കഴിഞ്ഞ വർഷം സർക്കാർ പുറത്തിറക്കിയ പ്രതിജ്ഞയുടെ പകർപ്പ് എല്ലാവർക്കും വിതരണം ചെയ്ത ജേക്കബ് തോമസ് സദസ്യരെ കൊണ്ട് അഴിമതി വിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലിച്ചാണ് മടങ്ങിയത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. ജേക്കബ് തോമസ് അനുമതി നിഷേധിച്ച 77 ഫ്ളാറ്റുകൾക്ക് NOC നൽകാനായി മന്ത്രിസഭ വഴിവിട്ട് പ്രവർത്തിച്ചു. കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂളിലെ വകുപ്പുകൾ നിയമസഭ അറിയാതെ മറികടന്നുവെന്ന് ആരോപണം. AGയുടെ നിയമോപദേശം മറയാക്കിയാണ് സർക്കാർ ഫ്ളാറ്റ് ലോബിക്ക് വേണ്ടി ഇങ്ങനെ തീരുമാനം എടുത്തത്. ആ റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. 77 ഫ്ളാറ്റുകൾക്ക് NOC കൊടുക്കുന്നതിന് വേണ്ടി മന്ത്രിസഭ കൈക്കൊണ്ട തീരുമാനമാണ് സംശയത്തിലാവുന്നത്. നാഷണൽ ബിൽഡിംഗ് കോഡ് മാർഗരേഖ മാത്രമാണെന്നും അതിനാൽ അത് പാലിക്കാൻ ഉദ്യോഗസ്ഥർക്ക് ബാധ്യതയില്ലെന്നുമാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. എന്നാൽ 1999 കേരള നിയമസഭ പാസാക്കുകയും 2005 ഭേദഗതികൾ വരുത്തുകയും ചെയ്ത കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂളാണ് കെട്ടിട നിയമചട്ടങ്ങളുടെ അവസാന വാക്ക്. നിയമത്തിൻ്റെ 44-ാം വകുപ്പിൽ അഗ്നിസുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ ആവശ്യങ്ങളും നാഷണൽ ബിൽഡിംഗ് കോഡിലെ പാർട്ട് 4-ൽ പറയുന്ന അഗ്നിസുരക്ഷാ ആവശ്യങ്ങൾക്ക് അനുസൃതമായി വേണമെന്ന് പറയുന്നു.
മുൻപത്തെ ഫയർഫോഴ്സ് മേധാവിമാർ മുഖവിലക്കെടുക്കാതിരുന്ന ഈ വകുപ്പാണ് ദില്ലിയിലെയും മുംബൈയിലെയും തീപിടുത്തങ്ങളുടെ പശ്ചാത്തലത്തിൽ കർശനമായി നടപ്പിലാക്കാൻ ജേക്കബ് തോമസ് തീരുമാനിച്ചത്. ഫ്ളാറ്റുകൾക്ക് NOC നൽകാനായി AGയിൽ നിന്നും നിയമോപദേശം തേടിയ ശേഷമാണ് മന്ത്രിസഭ നിയമത്തിൽ ഇളവനുവദിച്ചത്. നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ നിയമത്തിൽ ഇളവനുവദിച്ചതുവഴി സഭയുടെ അധികാരപരിധിയിൽ മന്ത്രിസഭ കടന്നുകയറിയെന്ന് കാണിച്ച് VS സുനിൽകുമാർ MLA സഭയിൽ ക്രമപ്രശ്നം ഉന്നയിച്ചു. നിലവിലുള്ള ചട്ടവും നിലവിലുള്ള നിയമവും അനുസരിച്ചാണെങ്കിൽ ഒരു ക്യാബിനറ്റ് യോഗം കൂടാതെ തന്നെ ഈ ബിൽഡിങ്ങുകൾക്ക് പെർമിറ്റ് കൊടുക്കാനോ NOC കൊടുക്കാനോ ഒരു തടസ്സവും നിലവിലില്ല. ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് കൊടുക്കാവുന്നതാണ്. എന്നാൽ നിയമസഭയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അങ്ങനെ റൂൾ റിലാക്സേഷൻ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ വാസ്തവത്തിൽ ഗവൺമെൻറ് റൂൾ റിലാക്സേഷൻ നടത്തിക്കൊണ്ടാണ് നിയമസഭയെ ആക്കിക്കൊണ്ടാണ് ഈ ഉത്തരവ് കൊടുത്തിരിക്കുന്നത്. CRZ നിയമം മൂലം ലക്ഷക്കണക്കിന് ആളുകൾക്ക് തീരദേശത്ത് വീട് വെക്കാൻ കഴിയാതെ നട്ടം തിരിയുമ്പോഴാണ് 77 ഫ്ളാറ്റുകൾക്ക് വേണ്ടി നിയമം മറികടന്ന് മന്ത്രിസഭ ഉത്തരവിറക്കിയത്. നിയമത്തിൽ ഇളവനുവദിക്കാതെ ഉത്തരവിറക്കാനാവില്ലെന്നിരിക്കെ മുഖ്യമന്ത്രിയുടെ മറുപടി തെറ്റിദ്ധാരണാജനകമാണെന്ന് കാട്ടി വരും ദിവസങ്ങളിൽ പ്രതിപക്ഷം ഫ്ളാറ്റ് വിഷയം വീണ്ടും സഭയിൽ ഉന്നയിക്കും. S. ജീവൻകുമാർ, തിരുവനന്തപുരം.